എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ബ്രാൻഡിൽ വരുന്ന ഒരു ബിലോ 37 എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബിലോ 37 എന്ന് പറഞ്ഞ പേരിനകത്തുള്ളതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ ബിലോ 37 ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബിലോ 37. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അലോപ്പതിയിൽ നമ്മൾ എന്താണ് പനി വരുമ്പോൾ കഴിക്കുന്നത് പാരസെറ്റമോൾ നമ്മൾ കഴിക്കും അല്ലേ. അതുപോലെ തന്നെ ആയുർവേദത്തിലെ പാരസെറ്റമോൾ എന്നറിയപ്പെടുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ ബിലോ 37. ഈ പനി എന്ന് പറയുന്നത് എന്താണ്? പനി എന്ന് പറയുന്നത് മറ്റു പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ് പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് നീർക്കെട്ട്, ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പനി ആയിട്ട് പുറത്തേക്ക് വരുന്നു അല്ലേ. അപ്പോൾ ഈ പനി വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ആണല്ലേ, നമ്മുടെ ബ്രെയിനിലുള്ള തെർമൽ റെഗുലേറ്ററി സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പനി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിവറിനെയൊക്കെ ഫങ്ഷൻസിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നു, ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മലേറിയൽ പാരസൈറ്റ്സിനെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ ഉണ്ടാവാതെ സഹായിക്കുന്നു, ആൻറ്റി വൈറൽ ആക്ഷൻസിനെ സാധ്യമാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ ഉണ്ടാവുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം, നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കൂവളം ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ്. കൂവളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, എല്ലാവർക്കും പരിചിതമായ ഒരു മരമാണ് കൂവളം. അമ്പലത്തിൻ്റെ മുറ്റത്ത് നമ്മൾ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അമ്പലത്തിൽ മാലയാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? കൂവളം എന്ന് പറയുന്നത് ഒരു കൂളൻ്റ് ആണല്ലേ, ഒരു സമാധാനത്തിൻ്റെ, ഒരു ശാന്തതയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ കൂവളത്തിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആക്ഷൻസും. നമ്മൾ കൂവളം ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടൻ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കൂളൻ്റായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ നിലനിർത്താൻ ഒരു കൂളൻ്റായിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കിരിയാത്ത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. കിരിയാത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ ഫീവറിനെ, പനിയെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് അല്ലേ, നമുക്ക് ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഹോർമോൺസിൻ്റെ കൂടുതലിനെയൊക്കെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിലവേപ്പ്, അമൃത്, നെല്ലിക്ക, താണിക്ക, കടുക്ക തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. കടുക്കയൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിലൊക്കെ കൂടെ ഉള്ളിലേക്ക് കിടക്കുന്ന ടോക്സിൻസിനെയൊക്കെ പുറത്ത് കളയാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് കടുക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുളസി, തിപ്പല്ലി, കുരുമുളക്, അമൃത് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലേ ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ. ഇനി നമുക്ക് ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? എല്ലാ കുഞ്ഞുങ്ങൾക്ക് മുതൽ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് കൊടുക്കാൻ സഹായിക്കും. ഇതിനകത്ത് ടാബ്ലറ്റ് രൂപത്തിലാണ് ഇതുള്ളത് അല്ലേ. ടാബ്ലറ്റ് രൂപത്തിലുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വലിപ്പം കൂടുതലുണ്ട്. ആയുർവേദ ടാബ്ലറ്റ് വെച്ചിട്ട് വലിപ്പം കൂടുതലുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനകത്തേക്ക് അതിൻ്റെ ആ കണ്ടൻറ്റ് കൃത്യമായിട്ട് ഉൾക്കൊള്ളിക്കാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഗുളിക കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ആ കവർ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനെ തേനിനകത്തോ നമ്മുടെ കഫിലിനകത്തോ ചാലിച്ച് കുഞ്ഞുങ്ങളുടെ നാവിൽ തൊട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ചൂടുവെള്ളത്തിലോ ഇത്തിരി ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കണ്ടൻറ്റ് കലക്കി നമുക്ക് കഴിക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഗുളിക കൊടുക്കാൻ സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ കവചപ്രാശം, കഫിനിലും ഒക്കെ കോമ്പിനേഷനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള നമ്മുടെ പനി കാര്യങ്ങൾക്കൊക്കെ മാനേജ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ, അതുപോലെ വിശപ്പ് കാര്യങ്ങളില്ലാത്ത കുട്ടികൾക്കൊക്കെ കവചപ്രാശവും കഫിനിലും നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഭക്ഷണമൊക്കെ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 2 മാസമൊക്കെ കൊടുക്കുക. അതിനുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇപ്പോൾ ഉള്ള പനി കാര്യങ്ങളല്ലേ, മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഇച്ചിരി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടിയെടുത്ത് നമ്മുടെ ആശുപത്രിയിൽ പോയി ഇംഗ്ലീഷ് മരുന്നുകളെ കൂടുതൽ കഴിക്കുന്നതിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം. മരുന്നല്ല, എല്ലാം നമുക്ക് നമ്മുടെ സപ്ലിമെൻറ്റുകൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കണ്ടൻറ്റുകളെ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് സപ്ലിമെൻറ്റുകൾ. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാം തന്നെ. ഇപ്പോൾ നല്ല പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോർമലി ആണെങ്കിൽ ഒരു 3 ദിവസം രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് ഒന്ന്, വൈകുന്നേരം ഒന്ന് നമുക്ക് ഭക്ഷണത്തിന് ശേഷം ഗുളിക കഴിക്കാം. അതുപോലെ തന്നെ അത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ അടുത്ത 3 ദിവസം രാവിലെയും വൈകുന്നേരം ഓരോ ഗുളിക കഴിക്കാം. പനി കൂടുതലായിട്ട് നല്ല പനിയാണെങ്കിൽ 8 മണിക്കൂർ ഇടവിട്ട് 2 ഗുളിക വീതം കൊടുക്കുക. അങ്ങനെ 2 ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പനി മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിൻ്റെ സേവനം തേടണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാവാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കാര്യങ്ങൾക്ക് ഡോക്ടർക്ക് അടുത്ത് പോകണം. പക്ഷേ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നമ്മുടെ
ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. എല്ലാവരും ഈ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുക. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.